ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി താളിയെക്കുറിച്ചാണ്. അതായത് ഇന്ന് മിക്കവരുടെയും പ്രശ്നമാണല്ലോ തലമുടി പൊഴിഞ്ഞു പോവുക, താരൻ, മുടി പൊട്ടി പോവുക, മുടിയിൽ ഒരുമാതിരി ചെറിയ ചെറിയ കായുണ്ടാവുക. ഇതിനൊക്കെ ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതായത് ഇന്ന് എല്ലാവരും, കുട്ടികളും വലിയവരും, ജനിച്ചു വീഴുന്ന കുട്ടിയെ മുതൽ തല കഴിക്കുന്നത് ഷാമ്പൂ ഇട്ടിട്ടാണ്. ഈ ഷാമ്പൂ എന്ന് പറയുന്നത് തലമുടിക്കും തലയ്ക്കും വളരെയധികം കേടുള്ള ഒന്നാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ പട്ടണത്തിലൊക്കെ താമസിക്കുന്നവർ, അല്ലെ വെളിരാജ്യത്തൊക്കെ താമസിക്കുന്നവർ, ടീച്ചറെ ഷാമ്പൂ അല്ലാതെ എന്താ മാർഗമെന്ന് ചോദിക്കും. എവിടെയായാലും ശരി, നമുക്ക് കരുതി വയ്ക്കാവുന്ന ഒരു കൃത്രിമമല്ലാത്തൊരു ഷാമ്പൂ പോലെ തന്നെ ഉള്ള ഒരു താളിയെക്കുറിച്ചാണ്. ഷാമ്പൂവിനെ പോലെ കെമിക്കലുമല്ല. അതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. അതായത് കർക്കിടകത്തിൽ കുളിയുടെ പ്രാധാന്യം വളരെ അധികമാണ്. ഇന്ന് ഞാൻ തേച്ചിരിക്കുന്ന താളി അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു പിടി ചെമ്പരത്തി ഇല എടുക്കുക, ഒരു പിടി ചെമ്പരത്തി പൂ എടുക്കുക, ഒരു പിടി നമ്മുടെ പനിക്കൂർക്കയില, ഒരു പിടി തുളസി. ഇത്രയും മാത്രം മതി. നമ്മൾ ഇത്രയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു തോർത്തിലോ എന്തിലെങ്കിലും ഇത് ഒഴിച്ച് ഇങ്ങനെ ഞെരടി തോർത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ പിഴിഞ്ഞരിച്ചെടുക്കുക. ഇപ്പോൾ തോർത്തിലല്ല, ചായയുടെ വലിയ കണ്ണായമുള്ള പിന്നെ വലിയ അരിപ്പയില്ലേ, നമ്മൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്നത്, അതായാലും മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതിനെ ഒഴിച്ച് നല്ലോണം അരിച്ചെടുക്കണം. ഇത് പെശടൊന്നും പാടില്ല. പെശടുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് കഴുകുമ്പം തല വൃത്തിയാകില്ല. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് മുടി മുമ്പോട്ടും പുറകോട്ടും ഇട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. മുമ്പോട്ടും പുറകോട്ടും ഇട്ട് മുടി നന്നായിട്ട് ചീകി ജടയെല്ലാം കളഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണ അല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും ശരി, അത് നല്ലോണം മുടിയുടെ സ്കാൽപ്പിലൊക്കെ പുരട്ടി കൊടുത്ത് നന്നായി മുടി മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ താളി തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഈ താളി തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് മുടി പതച്ച് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുക. തലയിൽ തന്നെ നല്ലോണം മസാജ് ചെയ്ത് തേച്ച് കളയുക. ഇത് നിങ്ങൾക്ക് പയറുപൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇത്തിരി പയറുപൊടിയും കൂടെ എടുത്ത് തല കഴുകുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അങ്ങാടിക്കടയിൽ കിട്ടും പറ്റിയാൽ ഇഞ്ച എന്ന് പറയുന്ന ഒരു മരത്തിൽ നിന്ന് എടുക്കുന്ന തോലാണ്. അതിനകത്തേതെടുത്താൽ നമുക്ക് മേല് തേക്കാനും കൊള്ളാം. അതുപോലെ തന്നെ നമ്മൾ ഈ കുളിക്കുന്ന വെള്ളമില്ലേ, അതിന് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ഇഞ്ച ഇട്ട് വയ്ക്കണം. ഈ ഞാൻ ആദ്യം പറഞ്ഞ താളി ഇല്ലെങ്കിൽ, കിട്ടാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ ഇഞ്ച കൊണ്ട് നന്നായിട്ട് തല തേച്ച് കഴുകണം. നിങ്ങൾ യാതൊരു കാരണവശാലും ഷാമ്പു ഉപയോഗിക്കരുത്. വെളിരാജ്യത്തുള്ളവർക്കാണെങ്കിലും അങ്ങാടിക്കടയിൽ നിന്നൊക്കെ ഈ ഇഞ്ചയും മേടിച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഈ നമ്മുടെ അതിൻ്റെ പേര് തുളസി, പനിക്കൂർക്ക, ചെമ്പരത്തി പൂവ്, ഇതിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഉണക്കി പൊടിച്ചിട്ട് വിദേശത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് ആൾക്കാർക്ക് കൊണ്ടുപോകാം. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തേക്കാവുന്ന ഒരു താളിയാണ്. കൊണ്ടുപോകാം. അവിടെ ചെന്നാൽ നമ്മൾ ഈ പൊടിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു 5-6 മിനിറ്റ് വെള്ളം ഒഴിച്ച് അവിടെ വെച്ചാൽ മതി. നല്ല ഒന്നാന്തരം താളിയായിരിക്കും. നമ്മൾ വെളിയിലുള്ളവർക്കൊക്കെ അങ്ങനെയാണ് കൊടുത്തു വിടുന്നത്. ഈ താളിയുടെ നമ്മൾ ഈ ഷാമ്പൂവിൻ്റെ പ്രയോഗമേ ഒന്ന് ഒഴിവാക്കൂ. നമ്മുടെ മുടി നന്നായിട്ട് വൃത്തിയാകും, താരം പോകും, മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്നിട്ട് മുടി നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുടി ചീകി ഒതുക്കി കെട്ടി വയ്ക്കുക. ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മുടി ഇങ്ങനെ പറത്തി വിടുകയല്ലേ. ഒരിക്കലും അങ്ങനെ മുടി കെട്ടാതെ പറത്തി വിടരുത്. കാറ്റിലിങ്ങനെ ആടുമ്പോൾ ഈ മുടിയുടെയൊക്കെ അറ്റം രണ്ടായിട്ട് കീറാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുടി ഉണ്ടാവുകയുള്ളൂ. മുടി ഏതു മനുഷ്യനും, ആണിനും പെണ്ണിനും ആവശ്യമാണ്. മുടി നീട്ടി വളർത്തുന്ന കാര്യമല്ല ആണുങ്ങളോട് ഞാൻ പറയുന്നത്, കഷണ്ടിയാകാതിരിക്കാൻ. ആൺകുട്ടികൾക്ക് കഷണ്ടി, ഇപ്പോൾ ചെറുപ്പത്തിലെ കഷണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ളൊരു ഉത്തമ റെമഡിയാണ് ഈ താളി. ഉറപ്പായിട്ടും ഇങ്ങനെ താളി ഉണ്ടാക്കണം. ഇതിനകത്ത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും മറ്റേ നമ്മുടെ തുളസി, പിന്നെ പനിക്കൂർക്കയില, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയൂ.